ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുറച്ച് റവയും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ കഴിയും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പോളം റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. റവ പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ റവ ഇട്ട് കൊടുക്കാം. റവ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഇത് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിലിനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നന്നായിട്ട് ആദ്യം അരച്ചെടുക്കാം. ഇനി വല്ലാതെ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ വെള്ളമില്ലാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമല്ല, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ദോശക്കൊക്കെ മാവില്ല, അതേമാതിരി തന്നെയുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇനി കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഗോതമ്പ് ദോശ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശയ്ക്ക്. തീ എന്തായാലും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ട് 2 വശവും മൊരിയിച്ചെടുക്കാം. 2 വശവും ഒന്ന് നെയ്യ് തൂക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ഞാനിവിടെ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി രണ്ടാമത് ഒരു ദോശ ഇതേമാതിരി തന്നെ ചെയ്തെടുക്കാം. ഇനി നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ ദോശ പരത്തുന്നതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടി പിടിച്ചു പോകട്ടോ. അതേമാതിരി വല്ലാതെ ലൂസാകരുത്. വല്ലാതെ ലൂസാകുകയാണെങ്കിൽ ദോശ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. സാധാ നമ്മൾ അരിദോശേനേക്കാളും കുറച്ചൊരു വേവുണ്ട് ഈ ഒരു ദോശയ്ക്ക്. അങ്ങനെ 2 വശവും നന്നായിട്ട് മൊരിച്ചെടുക്കണം. നമ്മൾ പേപ്പർ ദോശയുടെ മാതിരി തന്നെ അത്രക്ക് സോഫ്റ്റാണ്, നേർമയിൽ കിട്ടിയിട്ടുണ്ട്. കൂടെ തേങ്ങാ ചട്നി അല്ലെങ്കിൽ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. ഏകദേശം ഒരു നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീൽ കിട്ടും കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് റെഡിയാക്കി നോക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറക്കരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.